സിനിമയിൽ ഉപയോഗിക്കുന്ന മേക്കപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ രസകരമായ വീഡിയോ. നായികയെയോ നായകനെയോ സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപമാക്കി മാറ്റുക എന്നത് മാത്രമല്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ദൗത്യം. കഥാപാത്രം അനുശാസിക്കുന്ന രൂപത്തിലേക്ക് ആ നടനെയോ നടിയെയോ ആക്കി തീർക്കുക എന്നതാണ്. അങ്ങനെ വളരെ പെർഫെക്ഷനോടെ യുവാവായ നടനെ വൃദ്ധനാക്കി കാണിക്കാനും വില്ലൻ പരിവേഷത്തിലേക്ക് വേഷപ്പകർച്ച നൽകാനും ഭീകരരൂപിയാക്കാനും എല്ലാം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് സാധിക്കും. വാസണ്ണനോ? ഇത്രയും കാലം എവിടെയായിരുന്നു? 100 ആയുസാ. വാസണ്ണന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലേക്കിട്ടുള്ളൂ. മേക്കപ്പ് എന്ന ആശയം ആദ്യകാലങ്ങളിൽ തുടങ്ങിവെച്ചത് ഈജിപ്തുകാരാണ്. അവർ തങ്ങളുടെ കണ്ണുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും താഴ്ന്ന വർഗ്ഗക്കാരിൽ നിന്നും വേറിട്ട് നിൽക്കാനുമാണ് മേക്കപ്പ് ഉപയോഗിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരും പണ്ട് മേക്കപ്പ് ധരിച്ചിരുന്നു. എന്നാൽ വിക്ടോറിയൻ കാലഘട്ടത്തിലെത്തിയപ്പോൾ ആളുകൾ സ്വാഭാവിക നിറത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അന്നത്തെ കാലത്ത് വേശ്യകളും സ്ത്രീ നടിമാരും മാത്രം ഉപയോഗിക്കുന്ന ഒന്നായി മേക്കപ്പിനെ കണ്ടു. അങ്ങനെ പതിയെ നാടകങ്ങളിൽ നിന്നും സിനിമയിലേക്ക് ചുവടുവെച്ച നേരം സിനിമയിലും നാടകങ്ങളിലുണ്ടായിരുന്ന ഓവർ ആക്ടിംഗ് മുളച്ചു നിന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാലഘട്ടത്തിൽ നിറത്തിന് പ്രാധാന്യമില്ലായിരുന്നു. എന്നാൽ സാധാരണ കണ്ണുകളെ മാൻമിഴികളാക്കാനും ചുണ്ട്, പുരികം എല്ലാം ഹൈലൈറ്റ് ചെയ്യാനും മേക്കപ്പ് അനിവാര്യമായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ സ്ത്രീ സൗന്ദര്യത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ വജ്രമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആഭരണങ്ങൾ ധരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ആ തിളക്കം നായികയുടെ സൗന്ദര്യത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ നിന്നും പതിയെ കളർ സിനിമയിലോട്ട് മാറിയപ്പോഴാണ് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന മേക്കപ്പിൻ്റെ കാഠിന്യം മനസ്സിലാകുന്നത്. അതെ, റോസ് പൗഡർ കൊണ്ട് ആറാട്ട്, പുട്ടിയടിക്കുക എന്ന് ഇന്ന് പലരെയും കളിയാക്കി പറയുന്നുണ്ടെങ്കിലും അന്നത്തെ പുട്ടിയാണ് മക്കളെ പുട്ടി. കളർ സിനിമയായതുകൊണ്ട് എല്ലാം ഒരു പൊടിക്ക് കളറായിക്കോട്ടെ എന്ന് കരുതിയിട്ടാവാം ഈ മേക്കപ്പ്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിലും ഒരുപടി മുന്നിൽ പോയി മേക്കപ്പിൻ്റെ ആവശ്യകത എന്താണെന്നും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് എന്തെല്ലാം സാധിക്കുമെന്നും മനസ്സിലാക്കി തന്ന സിനിമകളും ഉണ്ടായിരുന്നു. കഥാപാത്രം അനുശാസിക്കുന്ന രൂപത്തിലേക്ക് മാറാനുള്ള ടൂളായി മാറി മേക്കപ്പ് എന്ന കല. മുല്ലപ്പൂ മുട്ടുകൾ പോലെ മനോഹരമായ നിന്റെ പല്ലുകൾ നീണ്ടു നിറം മങ്ങി പ്രാകൃതമായി തീരട്ടെ. ആണിനെ പെണ്ണാക്കാനും യുവാവിനെ വൃദ്ധനാക്കാനും അങ്ങനെ മേക്കപ്പിൻ്റെ അനന്ത സാധ്യതകൾ അവിടെ തുറന്നു. അവിടെ നിന്നാണ് പ്രോസ്തെറ്റിക് മേക്കപ്പ് പിറവിയെടുക്കുന്നത്. എന്താണ് പ്രോസ്തെറ്റിക് മേക്കപ്പ് എന്ന് ആദ്യം നോക്കാം. ഇവ സ്പെഷ്യൽ മേക്കപ്പ് എഫക്റ്റ് എന്നും എഫ്എക്സ് പ്രോസ്തസിസ് എന്നും അറിയപ്പെടുന്നു. സ്കൾപ്റ്റിംഗ്, മോൾഡിംഗ് ആൻഡ് കാസ്റ്റിംഗ് എന്നീ ടെക്നിക്കുകൾ ഉപയോഗിച്ച് വിപുലമായ കോസ്മെറ്റിക് എഫക്റ്റുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് പ്രോസ്തെറ്റിക് മേക്കപ്പ്. ആദ്യമായി ഇത്തരത്തിലൊരു മേക്കപ്പ് സിനിമയിൽ കണ്ടത് 1902 ജോർജ് മെലിയസ് സംവിധാനം ചെയ്ത എ ട്രിപ്പ് ടു ദ മൂൺ എന്ന സയൻസ് ഫിക്ഷൻ ചിത്രത്തിലാണ്. ഈ ചിത്രത്തെക്കുറിച്ച് മുൻപൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കാണാൻ ശ്രമിക്കുക. മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാക്ക് പിയേഴ്സിൻ്റെ സൃഷ്ടികൾ ഹോളിവുഡ് പ്രോസ്തെറ്റിക് വർക്കിന് തുടക്കമിട്ടു. 1931 ഇറങ്ങിയ ഫ്രാങ്കൻസ്റ്റൈനിൽ ബോറിസ് കാർലോഫ് ധരിച്ചിരുന്ന ഐക്കോണിക് മേക്കപ്പ് സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ മികച്ചൊരു സൃഷ്ടിയാണ്. പിന്നീട് ഒരുപാട് സിനിമകൾ പ്രോസ്തെറ്റിക് മേക്കപ്പിനെ പ്രധാനമായും ആശ്രയിച്ചുകൊണ്ട് പിറവിയെടുത്തു. ഇനി നമുക്ക് ഇന്ത്യൻ സിനിമയിലേക്ക് പ്രോസ്തെറ്റിക് മേക്കപ്പിൻ്റെ കടന്നുവരവ് എങ്ങനെയെന്ന് നോക്കാം.
ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഴുവൻ ഫേസ് പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്ത് പുറത്തിറങ്ങിയ സിനിമ 1996 മെയ് മാസം റിലീസായ കമൽഹാസൻ നായകനായ ഇന്ത്യൻ സിനിമയാണ്. ഇതേ വർഷം നവംബർ മാസം റിലീസായ മറ്റൊരു കമൽഹാസൻ ചിത്രത്തിലും ഇതുപോലെ പ്രോസ്തറ്റിക് മേക്കപ്പ് ഉപയോഗിച്ചിരുന്നു. അതെ, എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ അവ്വൈ ഷൺമുഖി. മിസ്സിസ് ഡൗട്ട്ഫെയർ എന്ന ഹോളിവുഡ് സിനിമയുടെ റീമേക്കായിരുന്നു ഈ ചിത്രം. ഇന്ത്യൻ സിനിമയിൽ കമൽഹാസനെയും സുകന്യയെയും വൃദ്ധ ദമ്പതികളാക്കാനാണ് പ്രോസ്തറ്റിക് മേക്കപ്പ് ഉപയോഗിച്ചതെങ്കിൽ അത് അവ്വൈ ഷൺമുഖിയിൽ പുരുഷനെ സ്ത്രീയാക്കാനാണ് ഉപയോഗിച്ചത്. പ്രോസ്തറ്റിക് മേക്കപ്പ് ഇല്ലാതെയുള്ള അവ്വൈ ഷൺമുഖിയുടെ ആദ്യ ഫോട്ടോഷൂട്ടാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 5 മണിക്കൂർ എടുത്താണ് കമൽഹാസൻ ഈ മേക്കപ്പ് അണിഞ്ഞിരുന്നത്. മേക്കപ്പ് അണിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ സാധിക്കില്ല. ലിക്വിഡായുള്ള ജ്യൂസ് മാത്രം സ്ട്രോ ഉപയോഗിച്ച് കുടിച്ചാണ് കമൽ അഭിനയിച്ചിരുന്നത്. അത്രയും സിനിമയോട് ഡെഡിക്കേഷൻ ഉള്ളയാളാണ് കമൽഹാസൻ. അദ്ദേഹം സിനിമയുടെ ഒരു എൻസൈക്ലോപീഡിയ ആണ് എന്ന് വെറുതെയല്ല പറയുന്നത്. എല്ലാ മേഖലയിലും മുദ്ര പതിപ്പിച്ചയാളാണ് കമൽഹാസൻ. എല്ലാ മേഖലയും പ്രൊഫഷണലായി തന്നെ പഠിക്കണമെന്ന് വാശിയുള്ളയാൾ. അഭിനയം, ഡാൻസ്, പാട്ട്, ഡയറക്ഷൻ എന്നിവ പഠിച്ചപ്പോൾ പ്രോസ്തറ്റിക് മേക്കപ്പിനെ കുറിച്ചും പഠിക്കണമെന്ന ആഗ്രഹം വന്നു. അങ്ങനെ പ്രൊഫഷണലായി തന്നെ പ്രോസ്തറ്റിക് മേക്കപ്പ് പഠിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് കമൽഹാസൻ. அப்ப இருந்த வசதியில அவ்வளவு ஆர்வம் இருந்தது. அதை அந்த தாகத்தை தணித்துக் கொள்ள நான் அமெரிக்காவுக்கு போக வேண்டியிருந்தது. மேக்கப்பை பொறுத்த வரையிலும் அமெரிக்கா தான் மெக்கா, வேற இடம் கிடையாது. அந்த திசை தான் பார்த்து தொழுதாக வேண்டும். நான் அதனால அங்க நான் പോയി അവരുടെ കത്തിട്ട് ഒരുപാട് പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇന്ത്യൻ സിനിമയിലേക്ക് കൊണ്ടുവന്ന ക്രെഡിറ്റ് കമൽഹാസനുണ്ട്. അതിലൊന്നാണ് പ്രോസ്തറ്റിക് മേക്കപ്പ്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളിലും പ്രോസ്തറ്റിക് മേക്കപ്പിൻ്റെ അനന്ത സാധ്യതകൾ അദ്ദേഹം ഉപയോഗിച്ചു. അതിന് ഉദാഹരണമാണ് ദശാവതാരം. ഒരുപാട് സിനിമകൾ സിനിമയുടെ കഥാപാത്രം അനുശാസിക്കുന്ന രൂപത്തിലേക്ക് മാറാൻ പ്രോസ്തറ്റിക് മേക്കപ്പുകളെ ആശ്രയിച്ചു വരുന്നു. അങ്ങനെ വളരെ ശ്രദ്ധയാകർഷിച്ച ചില സിനിമകൾ നമുക്ക് കാണാം. 2002 ഇറങ്ങിയ മഗ്ദി എന്ന ചിത്രത്തിലെ മന്ത്രവാദിനിയായ ഷബാന ആസ്മി. 2006 ഇറങ്ങിയ ധൂം 2 ചിത്രത്തിൽ ഹൃതിക് റോഷൻ അണിഞ്ഞ നിരവധി വേഷങ്ങൾ. 2009 ഇറങ്ങിയ അമിതാഭ് ബച്ചൻ സിനിമ പാ. 2010 ഇറങ്ങിയ എന്തിരൻ. 2018 ഇറങ്ങിയ എന്തിരൻ 2.0. 2021 തലേവി. ഞാൻ പറയാൻ വിട്ടുപോയ ഒരുപാട് ചിത്രങ്ങൾ വേറെയുമുണ്ട്. ഫേക്കായിട്ടുള്ള ഒന്നിനെ വളരെ ജീവസുറ്റതാക്കി മാറ്റുന്ന ഒരു കലാകാരൻ്റെ കഴിവിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അപ്പോൾ നിങ്ങൾ കണ്ട സിനിമയിൽ ഏറ്റവും നല്ല മേക്കപ്പ് എന്ന് തോന്നിയത് ഏത് ചിത്രത്തിൻ്റേതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.